ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെയും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കറി, മാങ്ങായിട്ട് ഒരു മീൻ കറി. നമുക്ക് തേങ്ങയൊക്കെ അരച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ച് നല്ല അടിപൊളി ഒരു മീൻ കറി. അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ചോറിൻ്റെ കൂടെ ആയിരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ. നല്ല ചൂട് ചെമ്പാവരി ചോറിൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ മീൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച മാങ്ങയൊക്കെ ഇട്ട മീൻ കറി എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അതിന് വേണം മീൻ. അയിലയോ മത്തിയോ ഇതൊക്കെ ഏത് മീൻ, ആവോലി ഒക്കെ അല്ലേ. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന മീൻ മത്തിയാണ്. ഇത് കുറച്ച് മുഴുത്ത മത്തി ആയതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കഴുകി ഉപ്പും വിനീഗറും ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല പുളിയുള്ള പച്ചമാങ്ങ. ഇതിപ്പോൾ ഇങ്ങനെ കളർ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഒന്നും ഇതാണ്ട് നല്ല മധുരമുള്ള മാങ്ങയല്ല, നല്ല പുളിയുള്ള മാങ്ങയാണ് ഇത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബൗള് തേങ്ങ, നാളികേരം ചിരുകിയത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടി വേണം. ഞാനിത് ഒരു 1.25 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതിടുമ്പോൾ നല്ലൊരു കളർ, നമുക്കൊരു ഓറഞ്ച് റെഡിഷ് കളറോട് കൂടി വേണം നമുക്ക് ഈ കറി തയ്യാറാക്കാൻ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇച്ചിരി എരിവുള്ള ഒരു 1/2 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടി. മീൻകറിയൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവും കൂടെ വേണ്ടേ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില വേണം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ താളിക്കാനായിട്ട് കുറച്ച് ഉള്ളി വേണം, ചെറിയ ഉള്ളി. പിന്നെ 1, 2, 3 ഇതുപോലെ 4 വറ്റൽ മുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരവും ഈ മുളക് പൊടി എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾ പൊടി എല്ലാം ഒന്ന് അരച്ചിട്ട് വരാം. അതിന് ഈ നാളികേരത്തിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ മീൻ വേണ്ടുന്ന അരപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങയും കാശ്മീരി മുളക് പൊടി, ഇച്ചിരി എരിവുള്ള മുളക് പൊടി, ശകലം ഉലുവപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, മഷി പോലെ അരച്ച് കൊണ്ടുവന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു കറിച്ചട്ടി. മീൻ കറി വെക്കാനായിട്ട് എപ്പോഴും നല്ലത് മൺചട്ടിയാണ്. നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഈ അരപ്പ് ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചട്ടിക്കകത്തോട്ട് നമ്മൾ ഈ അരപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സിയുടെ ജാറ് കഴുകി വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പൂണിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു, കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്നും കുറച്ച് കറിവേപ്പില എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് വെക്കാം. ഇത് ജസ്റ്റ് ഒരു തിള വരുമ്പോൾ വേണം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കുക. ആദ്യമേ തന്നെ മാങ്ങ ഇട്ട് കൊടുത്താൽ മാങ്ങയെല്ലാം കൂടെ വെന്ത് ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്കൊരു തിള വരുന്നത് വരെ ഇത് അടുപ്പ് കത്തിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് മൂടിയൊന്ന് പൊക്കി നോക്കാം. നോക്കിയാൽ അപ്പം ഒരു തിള വന്നു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മാങ്ങ കഷ്ണങ്ങളെല്ലാം അങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇതുപോലെ തിള വരുന്നതാണ്. അതിന് ശേഷം ഇതുപോലെ തിള വന്നതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് പെറുക്കി ഇട്ട് കൊടുക്കാം.
ഇതുപോലെ. അപ്പോൾ നമ്മളുടെ മീൻ കഷ്ണമെല്ലാം ഇട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ 2 തുണി പിടിച്ചിട്ട് ചട്ടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. കൈ സ്പൂണിട്ട് അധികം ഇളക്കൊന്നും ചെയ്യരുത്. ഇനി നമുക്ക് നമ്മൾ സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ എടുത്ത് ഇട്ട് കൊടുക്കാം. ഇനി മീൻ അവിടെ ഇരുന്ന് തിളച്ച് കുറുകി വന്ന് വറ്റി വേവട്ടെ. അപ്പോൾ നമുക്ക് കറി ഒന്ന് നോക്കിയേ, നന്നായിട്ട് തിളച്ച് വറ്റി നന്നായിട്ട് നോക്കിയേ ഉണ്ടോ, ചാറൊക്കെ നല്ല കുറുകി വന്നു, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് ചട്ടി ഇടയ്ക്ക് ഞാനൊന്ന് ചട്ടി ചുറ്റിച്ച് കൊടുത്തായിരുന്നു, സ്പൂൺ ഇടാതെ തന്നെ. അപ്പം ഏറ്റവും നല്ല ഇതായിരിക്കും. ഇനി നമുക്ക് ചട്ടി വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്തു. അതിനുശേഷം ഇനി നമുക്ക് ഒന്ന് കറി മാറ്റി വെച്ചതിന് ശേഷം വാങ്ങി വെച്ചതിന് ശേഷം നമുക്കൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കൂട്ടത്തിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക, ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ചട്ടി എടുത്ത് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് താളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിച്ചട്ടി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചെറിയൊരു താളിപ്പിന് ഒരു ചെറിയ ഇതുപോലെ ചീൻചട്ടിയോ അപ്പോൾ ചെറിയൊരു പാനോ ഇതിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.25 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നു. അന്നേരം നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. മുഖമൊക്കെ മാറ്റി വെച്ചോണം, എന്നുവെച്ചാൽ വെളിച്ചെണ്ണയൊക്കെ തെറിച്ച് ഉലുവയൊക്കെ പൊട്ടിത്തെറിക്കും. എപ്പോഴും നമ്മൾ അരപ്പ് തിളച്ചതിന് ശേഷം മാത്രമേ മാങ്ങ ഇട്ട് കൊടുക്കാവുള്ളൂ. അങ്ങനെ മാങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ മാങ്ങ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും. നമുക്ക് മാങ്ങയൊക്കെ കറിയിൽ കിട്ടുകയും ചെയ്യും കഴിക്കാൻ. ഉള്ളി നമുക്ക് ഇന്ന് മൂത്ത് വരുമ്പോൾ വേണം നമുക്ക് വറ്റൽമുളക് എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാൻ. ചെറിയ ഉള്ളി ഇതുപോലെ ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് വറ്റൽമുളക് ഇട്ടതിന് ശേഷം ബാക്കി കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ, മീൻ ചട്ടിയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഓഫ് ചെയ്തതിന് ശേഷവും സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷവും ഇങ്ങനെ നന്നായിട്ട് തിളച്ചുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. അതിലേക്ക് നമുക്ക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഒഴിച്ചു കൊടുക്കാം. താളിപ്പൊഴിച്ചതിന് ശേഷം നമ്മൾ ഇളക്കൊന്നും ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മൂടി വെക്കുക. അപ്പം താളിച്ചതിന് ശേഷം നമ്മൾ മൂടി ഒന്ന് തുറന്ന് നോക്കുക. ഉണ്ടോ, ഇപ്പോഴും നല്ല ഒന്ന് ചുറ്റിച്ച് ചട്ടി ഇതുപോലൊന്ന് കറക്കി ചുറ്റിച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങ ഇട്ട മീൻ കറി ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ
എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടിൽ ദെൻ ബൈ ബൈ.